എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയൊരു അറിയിപ്പാണ്. അതായത് ഒരു വർഷ ബി.എഡ് പ്രോഗ്രാം മടങ്ങി വരുന്നു. 4 വർഷ ബിരുദ പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിടുന്ന കോഴ്സിന്റെ പാഠ്യപദ്ധതി ക്രമീകരിക്കാൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ 8 അംഗ സമിതിക്ക് രൂപം നൽകി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന യോഗത്തിൽ ഇതുൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. ഒരു വർഷ ബി.എഡ് 2014 അവസാനിച്ചിരുന്നു. രാജ്യത്തെ അധ്യാപക പരിശീലനത്തിലെ നിലവാരക്കുറവ് വ്യക്തമാക്കി ജസ്റ്റിസ് ജെ.എസ്. വർമ്മ, പ്രൊഫസർ പൂനം ഭദ്ര എന്നിവരുടെ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം. നിലവിൽ ബി.എഡ് 2 വർഷമാണ്. പുതുക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ബിരുദ പഠനം ഉൾപ്പെടെയുള്ളവ മാറിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു വർഷ ബി.എഡ് ആരംഭിക്കുന്നത്. പുതിയ 4 വർഷ ബിരുദവും 2 വർഷത്തെ പി.ജിയും പൂർത്തിയാക്കുന്നവർക്ക് ഒരു വർഷ ബി.എഡിന് ചേരാവുന്ന തരത്തിലായിരിക്കും ഘടന തയ്യാറാക്കുക. ഈ 3 വർഷ ബിരുദക്കാർക്ക് നിലവിലുള്ള രീതിയിൽ 2 വർഷത്തെ ബി.എഡും തുടരും. അതായത് 10 വർഷം മുമ്പ് നിർത്തലാക്കിയ ഒരു വർഷ എം.എഡ് കോഴ്സും തിരികെ വരുമെന്ന് ഉറപ്പായി. ഒരു വർഷ ബി.എഡ് കോഴ്സ് വീണ്ടും തുടങ്ങാനുള്ള നീക്കത്തിന് പിന്നാലെയാണിത്. ഒരു വർഷ എം.എഡ് കോഴ്സിന്റെ നടത്തിപ്പും പാഠ്യപദ്ധതിയും സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത തല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദമോ 4 വർഷ ബിരുദമോ കഴിഞ്ഞവർക്കാണ് ഒരു വർഷം കൊണ്ട് ബി.എഡ് പൂർത്തിയാക്കാനാവുക. ഇതിന്റെ കരട് നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. നിലവിലുള്ള 2 വർഷ ബി.എഡ് കോഴ്സുകൾ തുടരുകയും ചെയ്യും. ഇതേപോലെ ഒരു വർഷ 2 വർഷ എം.എഡ് കോഴ്സുകളും താമസിയാതെ നിലവിൽ വരും. ബിരുദാനന്തര ബിരുദവും ബി.എഡും കഴിഞ്ഞവർക്ക് ഒരു വർഷം എം.എഡിന് ചേരാനാവും. 3 വർഷ ഡിഗ്രിയും ബി.എഡും ഉള്ളവർക്ക് 2 വർഷ എം.എഡും വേണം.